റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമ്മു സലമ ബീവിയെ തൊട്ട് ഉദ്ധരിക്കുന്ന വിഷയം ഹദീസാണ്. അയ്യുമംറഅത്തിൻ, ഏതൊരു പെണ്ണും. ഈ ഹദീസ് ഉമ്മു സലമ ബീവി ഉദ്ധരിക്കാൻ കാരണം നബി തങ്ങളുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്ന് ചോദിച്ചു. അതാണ് സന്ദർഭം. കല്യാണം കഴിഞ്ഞ് നബിയെ ഭർത്താവുമായിട്ടാണ് ജീവിക്കണത്. ഇനി എനിക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അയ്യുമംറഅത്തിൻ മാതത്, ഏതു പെണ്ണാവട്ടെ, ഏതൊരു പെണ്ണും അവളുടെ ഭർത്താവിന്റെ പൊരുത്തത്തിലായി മരിച്ച ദഖലത്തിൽ ജന്ന, സ്വന്തം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയവളാണോ അവൾക്ക് സ്വർഗം ഉറപ്പാണ്. സ്വന്തം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയവളാണോ അവൾക്ക് സ്വർഗം ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, ചെറിയ ചെറിയ പാപങ്ങളുണ്ടെങ്കിലോ അപ്പോഴും എനിക്ക് സ്വർഗം കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ ലോകത്തെ മിക്ക പണ്ഡിതന്മാരും ഉദ്ദേശിച്ചു, ലോകത്തെ മിക്ക പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മോളെ, 4 കാര്യമുണ്ടോ സ്വർഗം ഉറപ്പാണ്. ഭർത്താവിന്റെ പൊരുത്തം മാത്രം കിട്ടി നിസ്കരിക്കാണെന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ 4 കാര്യമാണ്. ഉമ്മമാര് മനസ്സ് തുറന്ന് കേട്ടോ, സ്വർഗപ്രവേശനത്തിനുള്ള ടിക്കറ്റ് 4 കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞത് ലോകത്തെ മുഴുവൻ സ്ത്രീകളോടുമുള്ള ഉപദേശമാണ്. നബി തങ്ങൾ പറയാണ്, സല്ലത്ത് ഖംസഹ, സുബ്ഹാനല്ലാഹ്, 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിച്ചു. വസാമത്ത് ഷഹറഹ, റമളാൻ മാസമായപ്പോൾ നോമ്പ് കൃത്യമായിട്ട് എടുത്തു. 29 ആണെങ്കിൽ 29, 30 ആണെങ്കിൽ 30. റമളാൻ മാസത്തെ 30 നോമ്പ് എടുത്തു. അതിൽ 7ഓ 8ഓ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് മെൻസസ് കാരണം നിങ്ങൾക്ക് ട്രിം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും, ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടാകും. അത് പിന്നെ നിങ്ങൾ ഖളാ വീട്ടണം, നിർബന്ധമാണ്. ഒരു റമളാൻ എത്തിയിട്ടും നിങ്ങൾക്കത് ഖളാ വീട്ടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിന് മുത്തു കൊടുക്കൽ നിർബന്ധമാണ്. ഇതിന്റെ കൂടി ഈ മസ്അല കൂടി ഉമ്മമാര് മനസ്സിലാക്കണം. കഴിഞ്ഞ റമളാനിൽ നിങ്ങൾക്ക് ഒരു നോമ്പ് അല്ലെങ്കിൽ ഒരു 7 നോമ്പ് നഷ്ടപ്പെട്ടു പോയി, സുബ്ഹാനല്ലാഹ്, ഒരു തെറ്റുമില്ലാതെ നിങ്ങൾക്ക് ശറഅ് അനുവദിച്ചതാണ്. അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു കൊല്ലം സമയം ശറഅ് നൽകുന്നുണ്ട്. ആ കൊല്ലത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ആ നോമ്പ് വീട്ടൽ നിർബന്ധമാണ്. ഒരു കൊല്ലം ധാരാളം സുന്നത്ത് നോമ്പ് വരാറുണ്ട്. അതിലേതെങ്കിലും സുന്നത്ത് നോമ്പില് മനസ്സുകൊണ്ട് നിയത്ത് വെച്ചാലും മതി, ഫർള് വീടും. സുബ്ഹാനല്ലാഹ്. ഇന്നാലിന്ന ഖളാ ആയി പോയ ഫർള് നോമ്പ് ഞാൻ വീട്ടുകാണെന്ന് നിയത്ത് വെച്ചിട്ട് നിങ്ങൾ ബറാഅത്തിന്റെ അന്നത്തെ നോമ്പ് ഫർള് നോമ്പാക്കാം, റജബ് 27 ഫർള് നോമ്പാക്കാം. ഒരു കുഴപ്പം ഇസ്ലാമിലില്ല. അപ്പോ നോമ്പിന് ശേഷം, പെരുന്നാളല്ലാത്ത ഏത് ദിവസം നോമ്പ് വെക്കാൻ പറ്റൂന്ന. അപ്പോ ശവ്വാൽ 1 ശേഷം, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്തു? ഇത് 7 നോമ്പും കൃത്യമായി ഖളാ വീട്ടുകയും ചെയ്തു. ഒരു കൊല്ലം സമയമുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ റമളാൻ ആകുന്നതിന് മുമ്പ് അത് പറ്റിയില്ല, എന്നെ കേൾക്കുന്ന ഉമ്മമാരൊക്കെ ഈ മസലയും കൂടെ പഠിച്ചു വെച്ചോ. കഴിഞ്ഞ റമളാനിൽ ഒരു നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് നാളെ മറ്റന്നാളോ അതിന്റെ പിറ്റേന്നോ എടുത്ത് വീട്ടിലേക്ക്. നോമ്പായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു നോമ്പിന് ഒരു മുദ്ദ് വീതം പാവങ്ങൾക്ക് സ്വതക്കാ ചെയ്യേണ്ടി വരും. അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്. ഇരിക്കും ഒരു സ്വാഭാവികമായിട്ട് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. അതാണ് വസാമത്ത് ഷഹറഹ, റമളാൻ മാസം നോമ്പ് പറ്റും. ഒന്നാമത്തെ 5 വക്ത് നിസ്കരിച്ചു, 2 റമളാനിൽ നോമ്പ്, 3 ഹഫ്ളത്ത് ഫർജഹ, വ്യഭിചാരത്തിലേക്കൊന്നും പോകാതെ ജീവിച്ചു. നിങ്ങളുടെ ഫർജ് സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് പോകാത്ത ജീവിതം നയിച്ചു. അലാമത്തതോ ഹബീബായ തങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഭർത്താവിന്റെ പൊരുത്തമുണ്ടോ അവൾക്ക് സ്വർഗമാണ്. ഹബീബ് റസൂലുള്ളാഹ്, तू शाहे खूबन तू जाने जाना है चेहरा उम्मुल किताब तेरा, ना बन सकी है ना बन सकेगा मिसाल तेरी जवाब तेरा, तू शाहे खूबन तू जाने जाना है चेहरा उम्मुल കിതാബ് തേരാ. ഹബീബിന്റെ വാക്ക് അങ്ങനെയാണ്. 4 കാര്യം ഉണ്ടെങ്കിൽ സ്വർഗ്ഗം ഉറപ്പ്. സുബ്ഹാനല്ലാഹ്. 1 5 വക്ത് ഫർള്, 2 റമളാനിലെ നോമ്പ്, 3 വ്യഭിചാരത്തിലേക്ക് പോകാതെ അഭിമാനം കാത്ത് സൂക്ഷിക്കുന്ന ജീവിതം, 4 ഭർത്താവിന്റെ പൊരുത്തം. ഇതാണ് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ്. ഇതിൽ 1 പോയാൽ പിന്നെ ഒരു കൊട്ട നിറയെ ദിക്റുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല.
യാ റസൂലല്ലാഹ് നബിയേ, എനിക്ക് ചില പാപങ്ങളുണ്ടെങ്കിലോ ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു മായ്ച്ചു കളയുമേ, ഈ 4 കാര്യമുണ്ടെങ്കിലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ പാപങ്ങളും അല്ലാഹു മായ്ച്ചു കളയും. സ്വഗീറത്തുകൾ കംപ്ലീറ്റ്, ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു നൽകി. മിൻ അയ്യി അബ്വാബിൽ ജന്ന, ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പോകാം. ഇപ്പൊ കുടുംബജീവിതത്തിന്റെ ബേസ് ആയിട്ടുള്ള ഒരു ഹദീസാണ് നമ്മൾ ഈ പഠിച്ചത്. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം നിർബന്ധമാണ്. ആ പൊരുത്തം എങ്ങനെ കിട്ടും, അതിനെന്താ ചെയ്യേണ്ടതൊക്കെ ഞാൻ ശേഷം പറയും. ഭർത്താവ് ഉഡായിപ്പാണെങ്കിൽ എന്താണ് അവിടെ മസല, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതും ശേഷം പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 3 ആയത്ത് പഠിച്ചു. 4ാമത് ഹദീസ്, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഏത് പെണ്ണാട്ടെ, ഈമാനുള്ളവളാണ്, അവൾ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാണ്, അല്ലാഹു ഒന്നേ ഉള്ളൂ, നബിതങ്ങൾ അള്ളാന്റെ പ്രവാചകരാണ്, നബിയാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ആണെങ്കിൽ ഓളോളെ ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിൽ ഒക്കെ സ്വർഗമാണ്. ആ ചോദ്യത്തിന് ശേഷമാണ് നബിയേ ചെറിയ പാപങ്ങൾ ഉണ്ടെങ്കിലോ? അപ്പൊ നബി തങ്ങൾ കൊടുത്ത മറുപടിയാണ്. ഒരുപാട് റിവായത്തുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 4 കാര്യമുണ്ടോ? അതിലൊന്ന് നിസ്കാരമാണ്, 2 നോമ്പാണ്, 3 വ്യഭിചരിക്കാത്ത ജീവിതമാണ്, 4ാമത്തത് ഭർത്താവിന്റെ പൊരുത്തമാണ്. അതിലും നബി തങ്ങൾ പറഞ്ഞത് ഭർത്താവിന്റെ പൊരുത്തമാണ്. അതുണ്ടെങ്കിൽ സ്വർഗമുണ്ട്, അല്ലെങ്കിൽ ഇല്ല എന്നാണ് അർത്ഥം. എത്രയും പെട്ടെന്ന് ഭർത്താവിന്റെ പൊരുത്തം നേടാനുള്ള പരിശ്രമം ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. 5ാമത്തെ ആയത്ത് പഠിച്ചു, ഹദീസ് പഠിച്ചു. ഇനി 6ാമത്തേത്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു അറാബി കടന്നു വരുന്നു. അറാബി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് അറാബി വന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നബിയെ, എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, എനിക്ക് കുട്ടി നന്നാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. നബി തങ്ങളുടെ അടുത്തോട്ട് ഉപദേശം ചെയ്യും. എന്തെങ്കിലും പറഞ്ഞു, ദുല്ലനി അലാ അമലിൻ, നബി എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ, ഒരു അമല് പറഞ്ഞു തന്ന, ഒരു അമല് എനിക്കൊന്ന് കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. അറാബികൾ, ഒരു സഹാബത്ത് വരും റളിയല്ലാഹു അൻഹു. ഈ അറാബി വന്ന് ചോദിക്കുന്ന ചോദ്യം, നബിയെ, ഭാര്യ പ്രസവിച്ചു, കുട്ടി നന്നാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? വല്ലാത്തൊരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുത്തത് 3 കാര്യം ചെയ്താൽ കുട്ടി നന്നാകുമെന്നാണ്. 3 കാര്യം. കുട്ടി കൾച്ചറുള്ള മോനായി വളരും. നമുക്കൊക്കെ ആശങ്ക, മക്കളുടെ കാര്യം ആശങ്ക അല്ലാത്ത ആരുമില്ല. കുട്ടികളുടെ കാര്യത്തിൽ എല്ലാ രക്ഷിതാക്കൾക്കും ബാപ്പമാർക്കും നല്ല ആശങ്കയാണ്. നമ്മുടെ പരിസരത്താണ് ഒരു മോൻ ഉമ്മാനെ കഴുത്തറുത്ത് കൊന്നു. സുബ്ഹാനല്ലാഹ്. 1.5 മാസം മുമ്പ്, 1 മാസം മുമ്പ് എന്റെ നാട് താമരശ്ശേരി അടുത്ത് പരിസരത്തുള്ള ഒരു മോൻ സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്നു. 20 പ്രാവശ്യമാണ് ഉമ്മാനെ വെട്ടിയത്. നടുവണ്ണൂരടുത്ത് 14 വയസ്സുകാരൻ ഉമ്മാനെ കഴുത്തറുത്തു. ഭാഗ്യത്തിന് ഉമ്മ പ്രധാനപ്പെട്ട ഒരു നെരുമ്പ് കട്ട് ചെയ്തു പോകാത്തതിന്റെ പേരിൽ ഉമ്മ രക്ഷപ്പെട്ടു. ഇന്നും കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാ ദിവസവും വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തതാണ് കേൾക്കുന്നത്. അപ്പൊ മക്കള് നന്നായി കിട്ടുക എന്നുള്ളത് വാപ്പാരായ എല്ലാവരുടെ ആഗ്രഹമാണ്, ഉമ്മാരാഗ്രഹമാണ്. യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ കുട്ടി നന്നാവാ ഞാൻ എന്തു ചെയ്യണം നബിയേ? ഹബീബായ തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, മോനെ, 3 കാര്യം ചെയ്യൽ നിർബന്ധമാണ്. ഒന്നാമത്തത്, മോനെ, നീ നിന്റെ കുട്ടിക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കണം. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ നബി തങ്ങളെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, എനിക്ക് മുസ്തജാബു ദഅവയാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദുആക്ക് ഉത്തരം കിട്ടുന്ന, പെട്ടെന്ന് അല്ലാഹ് എനിക്ക് ഉത്തരം തരണം. നബി തങ്ങൾ പറഞ്ഞു, തിന്നുന്നത് ഹലാലും ത്വയ്യിബും ആക്കിക്കോ, തകുൻ, നിനക്ക് മുസ്തജാബു ദഅവയായി മാറാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ തിന്നുന്നത് ഹലാലാകണോ എന്നാണ് നബി തങ്ങൾ പറയുന്നത്. ഹബീബായ തങ്ങൾ അറാബിയോട് പറഞ്ഞത്, മക്കള് നന്നാവണോ, നീ ഹലാലായ ഭക്ഷണം കൊടുക്കണേ, ഹലാലായ ഫുഡ് കൊടുക്കണേ. 2ാമത് നബി തങ്ങൾ പറഞ്ഞു, ഇൽമു പഠിപ്പിച്ചു കൊടുക്കണേ, മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണേ എന്നാണ്. മക്കൾക്ക് ഭൗതിക ജ്ഞാനം നല്ലപോലെ പഠിപ്പിക്കാൻ ഒരു തെറ്റുമില്ല, അങ്ങനെ ചെയ്യണമെന്നാണ്. പക്ഷേ ദീനി വിദ്യാഭ്യാസം ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും നമ്മൾ ചെയ്യണം. എല്ലാ രക്ഷിതാക്കളും അതിലൊരു ഗൗരവം കാണിക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മഹല്ലിൽ ഒരു ഫൈല് ഇപ്പോ വന്ന് ബിരുദമെടുത്തു. അല്ലാഹു ഖൈറും ബറക്കത്തും ഒരുപാട് പ്രബോധന മാർഗത്ത് മുന്നേറാൻ തൗഫീഖ് തരട്ടെ. ഒരു നിസാമിയുണ്ട്, എന്റെ സ്നേഹിതൻ. ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ പരിസരങ്ങളിൽ വളർന്നു വരുന്നുണ്ട്. പ്രായമുള്ളവരുണ്ട്, പ്രായമില്ലാത്തവരുമുണ്ട്. മാഷാ അല്ലാഹ്.
അപ്പോൾ വളരെ സ്നേഹത്തോടെ പറയാണ്, ഒരു മോനെങ്കിലും 4 മക്കളുണ്ടെങ്കിൽ ഒരുത്തനെങ്കിലും ദീനീ പഠനം, ഇനി അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ 10 വരെയെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം. എന്നാ ഉത്തരവാദിത്തത്തെ നമ്മൾ കഴിച്ചില്ലോ. പ്രായപൂർത്തി എത്തുന്നവരെ ദീനിയായ മാലൂമാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു, വാപ്പന്റെ ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞു. പിന്നെ മോന് മോശമായി കഴിഞ്ഞാൽ അള്ളാന്റെ കോടതിയിൽ നമുക്ക് മറുപടി പറയാം, പൊന്നാര പഠിച്ചോനെ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്, പ്രായപൂർത്തിയാകുന്നവരെ ഞാൻ കുട്ടിക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം നമുക്ക്. ഇത് 7ാം ക്ലാസ്സൊന്നും 6ാം ക്ലാസ്സൊന്നും മദ്രസ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവന് എങ്ങനെ മോശമായി കഴിഞ്ഞാലും വാപ്പയും കൊടുക്കും, ഒരു സംശയവും വേണ്ട. അള്ളാഹുവിന്റെ ഹബീബും സഹാബത്തും ഒക്കെ ഗൗരവത്തോടെ വിഷയം പറഞ്ഞ ഒരുപാട് ഹദീസുണ്ട്.